കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ പ്രത്യേകിച്ചും KSRTCയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രി KB ഗണേഷ് കുമാറിനെ പ്രശംസിച്ച് ഡോക്ടർ ആശ ഉല്ലാസ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മന്ത്രിയെ കേരളത്തിന്റെ നിതിൻ ഗഡ്കരി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവർ എഴുതിയ കുറിപ്പ് ഗണേഷ് കുമാറിന്റെ ദീർഘവീക്ഷണമുള്ള ഭരണ പാടവത്തെയും KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെയും എടുത്തു പറയുന്നു. ഈ കുറിപ്പ് മന്ത്രിയുടെ ജനസമ്മതി വർദ്ധിപ്പിക്കുക മാത്രമല്ല KSRTCയിലെ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള പൊതുചർച്ചകൾക്ക് പുതിയ മാനം നൽകുകയും ചെയ്യുന്നു. ഡോക്ടർ ആശ ഉല്ലാസിന്റെ അഭിപ്രായത്തിൽ ഗണേഷ് കുമാറിന്റെ കാഴ്ചപ്പാടുകൾ വേറെ ലെവലാണ്. 45 മിനിറ്റോളം ഒരു വിഷയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്വന്തം വകുപ്പിനെ കുറിച്ച് സംശയമില്ലാതെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അഗാധമായ അറിവിനെയും കാര്യക്ഷമതയും സൂചിപ്പിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളെയും സമഗ്രമായി പഠിച്ച ശേഷമാണ് മന്ത്രി തീരുമാനങ്ങൾ എടുക്കുന്നത്. കൃത്യമായ ഹോംവർക്കുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹമെന്ന് ഡോക്ടർ ആശ ഉല്ലാസ് ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രാവീണ്യം അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും വ്യക്തമാണ്. മന്ത്രി ഗണേഷ് കുമാറിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നായി ഡോക്ടർ ആശ ഉല്ലാസ് എടുത്തു പറയുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കേൾക്കാനും അതിന് പരിഹാരം കാണാനുമുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയാണ്. ഒരു പ്രായമായ അമ്മയ്ക്ക് KSRTC ബസിന്റെ ചവിട്ടുപടി കയറാൻ ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ പുതുതായി ഇറക്കുന്ന എല്ലാ ബസ്സുകളുടെയും ചവിട്ടുപടി താഴ്ത്താൻ അദ്ദേഹം നിർദ്ദേശം നൽകിയത് ഇതിനുദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളുടെ പൾസറിന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ എന്നും അവർ പറയുന്നു. ഒരു കാലത്ത് കോടികളുടെ നഷ്ടത്തിൽ മുങ്ങിയിരുന്ന KSRTC ലാഭത്തിലേക്ക് അടുപ്പിക്കാനും കൈപിടിച്ച് ഉയർത്താനും ഗണേഷ് കുമാർ നടത്തിയ ശ്രമങ്ങൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലരും നടപ്പാക്കാൻ സാധ്യമല്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും അദ്ദേഹം സാധ്യമാക്കി. നടപ്പാക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. പൊതുഗതാഗതം ഒരു നാടിന്റെ അഭിമാനകരമായ വളർച്ചയാണെന്നും അതിനെ മെച്ചപ്പെടുത്താനുള്ള മന്ത്രിയുടെ ശ്രമങ്ങൾ ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ടെന്നും ഡോക്ടർ ആശ ഉല്ലാസ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കി. KSRTCയുടെ പുരോഗതിക്ക് ജീവനക്കാരുടെ ആത്മാർത്ഥമായ പങ്കാളിത്തം അനിവാര്യമാണെന്ന് മന്ത്രിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. KSRTC നന്നാവണമെങ്കിൽ ഇപ്പോൾ നന്നാവണം, അതിന് ജീവനക്കാരും കൂടി വിചാരിക്കണമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ കുടുംബത്തിന്റെയും അന്നമാണ് എന്ന ബോധം ജീവനക്കാർക്ക് ഉണ്ടാകണം. അതുപോലെ സർക്കാർ പണത്തെ സ്വന്തം പണം പോലെ കാണാൻ കഴിയണം എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ജീവനക്കാരുടെയും പൊതുസമൂഹത്തിന്റെയും സാമൂഹിക ബോധം മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഡോക്ടർ ആശ ഉല്ലാസ് തന്റെ കുറിപ്പിൽ വിശദീകരിക്കുന്നു. മന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുന്നതിനൊപ്പം KSRTCയെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ചില നിർദ്ദേശങ്ങളും ഡോക്ടർ ആശ ഉല്ലാസ് മുന്നോട്ട് വെക്കുന്നു. എല്ലാ ഡിപ്പോകളിലും ബസ്സുകൾ ഫുൾ വാഷ് ചെയ്യാനുള്ള മെഷീനുകൾ സ്ഥാപിക്കണം. ദീർഘദൂര ബസ്സുകളിലെ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ ഡോർമിറ്ററി സൗകര്യങ്ങൾ ഒരുക്കണം. ബയോ ടോയ്ലറ്റുകൾ ബസ്സുകളിൽ സ്ഥാപിക്കണം. ഡിപ്പോകളിലെ ടോയ്ലറ്റുകൾ വൃത്തിയുള്ളതാക്കാൻ പ്രത്യേകം ആളുകളെ നിയമിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. കൂടാതെ ട്രെയിൻ ട്രാക്കിംഗ് സ്റ്റാറ്റസ് പോലെ ബസ്സുകളുടെയും കൃത്യമായ ഓൺലൈൻ റണ്ണിംഗ് സ്റ്റാറ്റസ് യാത്രക്കാർക്ക് ലഭ്യമാക്കണം എന്നും അവർ നിർദ്ദേശിച്ചു. ഈ മാറ്റങ്ങൾ KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. KSRTC ബസ്സുകളുടെ പുതിയ ഡിസൈനുകൾ മികച്ചതാണെന്ന് ഡോക്ടർ ആശ ഉല്ലാസ് അഭിപ്രായപ്പെട്ടു. എന്നാൽ LED ഡിജിറ്റൽ ബോർഡിനൊപ്പം പ്രായമായവർക്ക് എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന നെയിം ബോർഡും വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ചെറിയ റൂട്ടുകളിൽ സർവീസ് നിർത്തിവെച്ചത് പുനരാരംഭിക്കാനും കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ടെൻഡർ നൽകി ഡിപ്പോകളിൽ ചെറിയ ക്യാന്റീനുകൾ സ്ഥാപിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ളതുപോലെ ഓവർടൈം ബോണസ്, ടാർജറ്റ്, ഫൈൻ എന്നിവ കൊണ്ടുവരണമെന്നും അവർ പറയുന്നു. മദ്യവും കഞ്ചാവും ഉപയോഗിക്കുന്ന ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന കർശന നിലപാടും അവർ മുന്നോട്ട് വെക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ KSRTCയെ കൂടുതൽ അച്ചടക്കമുള്ളതും കാര്യക്ഷമമാക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു.